ലോകബാങ്കും കേന്ദ്ര സർക്കാരുകൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് പണ്ടും നൽകിയിട്ടുണ്ട്. അന്നും വലിയ തുകകളാണ് നൽകുന്നത്. ആ വികസനങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുക അല്ലെങ്കിൽ നടപ്പാകാതെ പോവുക അങ്ങനെയുള്ളത് സംസ്ഥാന സർക്കാർ പണ്ടും നടത്തി വന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ളത് ലോകബാങ്ക് കേര പദ്ധതിക്കായിട്ട് കേരളത്തിന് അനുവദിച്ച തുക, അത് മാർച്ച് 17 നൽകിയ തുക ഈ ഒരു 5 മാസ കാലയളവായിട്ടും വകമാറ്റുകയോ ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വാർത്ത പുറത്തു വന്നത് ഈ മുൻപ് പറഞ്ഞ ഈ ആരോപണം ശരിവെക്കുന്നതായിട്ടല്ലേ? താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഇതുപോലെ കിട്ടുന്ന പണം വകമാറ്റി ചെലവഴിക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. സർക്കാരിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ ഗൗരവമുള്ള ചിലവുകൾ ചിലപ്പോൾ വരും. ഇപ്പം ആരോഗ്യരംഗത്ത് ചിലവഴിക്കണം, വളരെ പെട്ടെന്ന് മരുന്ന് വരുത്തണം, അല്ലെ കോവിഡിൻ്റെ കാലത്ത് മരുന്ന് വരുത്തണം. അപ്പോൾ വരുമ്പോൾ ഈ പൈസ കേര വികസനം അടുത്ത വർഷം കൂടെ കൊടുത്താൽ മതി, ഈ വർഷം തെങ്ങുകളൊന്നും വെക്കണ്ട, അല്ലെ തെങ്ങുകളൊന്നും വളരണ്ട എന്ന് തീരുമാനിച്ച് ഈ പൈസ കൊടുക്കാതിരിക്കാം. ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ഇത് നല്ല ഉദ്ദേശത്തിൽ ചെയ്യാൻ വേണമെങ്കിൽ വളരെ അടിയന്തര അത്യാവശ്യം ചികിത്സാ സഹായത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചിലവഴിക്കേണ്ടി വന്നാൽ ചിലമാറ്റണം എന്നുള്ളത് എൻ്റെ വാദം. പക്ഷെ മറിച്ച് ഇവിടെ ഇത് ഒരു ആഡംബരത്തിന് വേണ്ടി, ആഡംബര ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാവുകയും ടൂറിസം സെക്ടറിൽ ചിലവാക്കാൻ പൈസ ഉണ്ടാവുകയും, മറിച്ച് ഇത്തരം കേര വികസനം എന്ന് പറഞ്ഞ് ഇപ്പം തേങ്ങയുടെ വില എന്നാണെന്നറിയോ? വലിയ തുകയാണ്, 110. അപ്പം അത്രയും ഡെവലപ്മെൻറ്റിൻ്റെ പ്രയോജനം ഇപ്പോൾ കർഷകന് കിട്ടുന്നുണ്ടോ? ഇല്ല. വെളിച്ചെണ്ണയ്ക്കും വില കൂടിക്കൊണ്ടിരിക്കുക. അത് ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കേര വികസനം കുറേ കൂടെ നേരത്തെ പർപ്പസ്ഫുള്ളായിട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ ലോകബാങ്ക് കിട്ടാതെ തന്നെ നടത്താനായിരുന്നു. തേങ്ങയ്ക്ക് താങ്ങുകളൊക്കെ മേടിക്കുന്നുണ്ടല്ലോ, അതിന് ഉപയോഗിക്കായിരുന്നു. കർഷകൻ്റെ കയ്യിൽ നിന്ന് തേങ്ങ സംഭരിച്ച് ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ഉണ്ടായതിനെ ആ അവസരം നഷ്ടപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുണ്ടായത്. ഇത് ചൂണ്ടിക്കാണിക്കാൻ എങ്ങനെ ഇത് പുറത്തു വരും നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? വാർത്ത വന്നു, അതിനും ഒരു ആരോപണം. അതെ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം, സർക്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികളോ ചെയ്യുന്ന രഹസ്യങ്ങൾ അത് രഹസ്യമായിരിക്കണം എന്ന് ആർക്ക് നിർബന്ധമുണ്ട്? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന ശക്തികൾക്കും നിർബന്ധമുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഭരണം കൈകാളാണ്. മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ശക്തികൾക്കും താല്പര്യമുണ്ട്. പി ശശി ആരുവാ? അതിനൊക്കെ പുറത്തുള്ള വേറെ ആൾക്കാരെ കാണുന്നേ. പി ശശിയെ നിയന്ത്രിക്കുന്ന വേറെ സാമ്പത്തിക ശക്തികൾ കാണും. ഇപ്പോൾ മോഡിയുടെ കാര്യത്തിൽ അദാനിയുടെ കാര്യം പറയുന്നുണ്ട്, അല്ല അംബാനിയുടെ കാര്യം പറയുന്നുണ്ട്. പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഒരു മുറുക്ക കച്ചവടക്കാരെങ്കിലും കാണും. അത്രയും വലിയ ശക്തികളില്ലെങ്കിൽ ചെറിയത് മതി പിണറായിയെ നിയന്ത്രിക്കാൻ. അപ്പോൾ ആ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് കണ്ട് അതിന് പകരം ഈ ഇന്ത്യയിലെ ഏറ്റവും കിരാതമായ നിയമങ്ങളായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് വരുമ്പോൾ പത്രമാരണ നിയമം എന്നാണ്. പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കാണിച്ച് സെൻസർ ചെയ്ത് അവരുടെ അപ്രൂവൽ കൂടി പ്രസിദ്ധീകരിക്കാവുള്ളൂ എന്നൊരു വകുപ്പാണ് പത്രമാരണ നിയമം. ഇവിടെ പിണറായി വിജയൻ ഈ വിഷയത്തിലെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റൊരു പത്രമാരണ നിയമമാണ്. ഞാൻ ആ ഉത്തരവൊന്ന് വായിച്ചോട്ടെ സാർ. ഉദ്യോഗസ്ഥരിൽ നിന്നും ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നും വാക്കാലോ രേഖാമൂലമോ മൊഴികൾ തേടാനും പരിശോധന നടത്താനും നടപടികൾ രേഖപ്പെടുത്താനും അധികാരമുണ്ടായിരിക്കും. ഇതാണൊരു ഉത്തരവ്. ഒരു സർക്കാർ ഉത്തരവോ സർക്കാരിൻ്റെ ഫയലോ ചേർന്ന് കഴിഞ്ഞാൽ, രഹസ്യ സ്വഭാവമുള്ള ഫയലെന്ന് സർക്കാർ പറയുകയും അത് ചോരുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ട അതെങ്ങനെ ചോർന്നു, അതിനാരാണ് കാരണക്കാർ, അവരെ കണ്ടെത്തി വേണമെങ്കിൽ ശിക്ഷിക്കാൻ വരെയുള്ള അവകാശമാണ് ഈ ഉത്തരവിലൂടെ കിട്ടുന്നത്. ഒരു പത്രപ്രവർത്തനം അവൻ്റെ ബന്ധം കൊണ്ടോ അവൻ ടെലിഫോൺ ടാപ്പ് ചെയ്തുകൊണ്ടോ എങ്ങനെയെങ്കിലും അവനൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെയല്ല രഹസ്യം അറിയണ കളതരത്തിൽ അറിയാൻ പറ്റും. ആരും നമ്മൾ പരസ്യമായിട്ട് അല്ലെ ഒരു എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാവും. അപ്പോൾ ഈ രഹസ്യം കണ്ടെത്താനുള്ള മാർഗം പത്രപ്രവർത്തനം ആദ്യം ചെയ്യുന്നത്, പിന്നെ പോലീസ് ചെയ്യും കുറ്റവാളികളുടെ രഹസ്യം കണ്ടെത്തും. അപ്പോൾ ഈ പത്രപ്രവർത്തനം ചെയ്യുന്ന ഒരു കുറ്റവാളിയുടെ രഹസ്യം കണ്ടെത്തുന്നത്. എനിക്കും നിങ്ങൾക്ക് അവകാശപ്പെട്ട 15 ലക്ഷം രൂപ അല്ലെ തട്ടിയെടുത്തവൻ്റെ രഹസ്യം അറിയുന്നത്. ഇപ്പോൾ വേൾഡ് ബാങ്ക് പക്ഷേ സംഭവിക്കുന്ന 2 അപകടമുണ്ട്. ഈ പൈസ നമുക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഇതിനേക്കാൾ അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം കുറേ റിപ്പോർട്ട് വരുമ്പോൾ വേൾഡ് ബാങ്ക് സഹായം നിർത്തും. അങ്ങനെ ഒരു പ്രശ്നം വരും. അതായത് വകമാറ്റി അവർ കൊടുക്കുന്ന പൈസ അവരുദ്ദേശിക്കുന്ന മിസ് യൂട്ടിലൈസേഷൻ, തെറ്റായ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ആ സഹായം നിർത്തും. ഇപ്പം മുമ്പ് പിണറായി വിജയനെ കൂടെ ബക്കറ്റുമൊക്കെ ആയിട്ട് ദുബായ് പിരിവിന് പോകാൻ തുടങ്ങിയതാണ്. ഓർക്കുന്നുണ്ടോ? ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പിരിക്കാൻ പോകാൻ അത് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല. എൻ്റെ കാരണം എന്താ? ഇതിനു മുമ്പ് പിരിച്ച തുകയുടെ കണക്കൊന്നും കൃത്യമായിട്ടില്ല, എന്ത് ചെലവഴിച്ചു എന്നില്ല. ഇതുവരെ പിടിച്ചത് ഇപ്പോഴും ഇല്ല.
വയനാട്ടിൽ പിരിച്ച തുക എന്തുമാത്രം ചിലവഴിച്ചെന്നോ എന്തെല്ലാം ആവശ്യം 30 ലക്ഷം രൂപയുടെ വീട് 8 ലക്ഷം രൂപയ്ക്ക് വന്ന് കൊടുക്കും വേറൊരാൾ അതേ വീട്. ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? ഇപ്പോൾ ഈ ഇത്തരം തെറ്റുകൾ വരുമ്പോൾ പിന്നെ ഇവിടെ ഒന്ന് വിളിച്ച് കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറയും. ഇവിടെ പറയും അതിന് കാരണം കേന്ദ്രത്തിൻ്റെ ഒരു കാരണം പറയാനുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന പൈസ സഹായത്തിനല്ല ഉപയോഗിക്കുന്നത്. എത്ര കോടി രൂപ കടമുണ്ടെന്ന് മുൻപ് വാർത്തകൾ വന്നു. ഹെലികോപ്റ്റർ വാങ്ങാനോ അതുപോലത്തെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിനേക്കാൾ ഗൗരവം അവർക്ക് യാതൊരു ബാധ്യതയും നമ്മളോട് എല്ലാവർക്കും വേൾഡ് ബാങ്കിന് IMFൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന അവരുടെ ഒരു ബോർഡാണ് എടുക്കുന്നത്. ആ ബോർഡ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കുള്ള സഹായം നിൽക്കും. മാത്രമല്ല മറ്റ് ഏജൻസികളുണ്ട് സഹായിക്കുന്നത്. ആരോഗ്യരംഗത്ത് WHO ഉണ്ട് സഹായിക്കുന്നത്. വിദ്യാഭ്യാസം UNICEF ഉണ്ട് സഹായിക്കുന്നത്. അഗ്രികൾച്ചർ രംഗത്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരൊന്നും ഇത്തരം സഹായങ്ങൾ കേരളത്തിന് കൊടുക്കേണ്ട പൊന്നുതമ്പുരാൻ ഇരിക്കുന്നിടത്തോളം കാലം എന്നങ്ങ് തീരുമാനിച്ചാൽ അപ്പോഴും കേരളം ഇത് വേണ്ടാന്ന് വെച്ചാൽ നമ്പർ 1 ആയിട്ട് മാറും. അല്ല, അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞ വികസന നായകൻ വികസനം മുടക്കാനാണ് ഇപ്പോൾ അവിടെ ശ്രമിച്ചത്. നിർബന്ധം മുടക്കണമെന്നൊന്നും ഇങ്ങർക്ക് ആഗ്രഹമില്ല. ഇങ്ങർക്ക് കിട്ടുന്നൊന്നും തികയുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞ അതാണ് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നവർക്കോ ഇനിയും കിട്ടണം. ഇനിയും വരുന്നത് മുഴുവൻ പോരട്ടെ. എന്ത് ട്രാൻസ്പോർട്ട് ഇപ്പോൾ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത ഇലക്ഷന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ നടത്തും. ഇത്തരം പൈസ ഒപ്പിച്ച് ഇലക്ഷൻ ഒപ്പിച്ച് സൂക്ഷിച്ച് വയ്ക്കുന്ന പൈസ ഇത് കിറ്റ് കൊടുക്കാനോ വകമാറ്റി ചെലവഴിക്കുന്ന കിറ്റ് കൊടുക്കാനാവും അവരുടെ. ഇപ്പോൾ തന്നെ കൊപ്ര സംഭരണത്തിൻ്റെ പേരിൽ കളക്ട് ചെയ്തിരിക്കുന്ന എത്ര പൈസ കിട്ടാനുണ്ട്. നെല്ല് സംഭരണത്തിന് വേണ്ടി എത്ര പേർക്ക് പൈസ കിട്ടാനുണ്ട്. കുട്ടനാടും ചിറ്റൂരും എല്ലായിടത്തും ഉണ്ട്. ഇത് അതിനൊന്നും പൈസ കൊടുക്കാനില്ല. നിങ്ങളിവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ അല്ലെങ്കിൽ ടൂറിസത്തെ പ്രോത്സാഹിക്കാൻ ടോഡി പാർലർ തുടങ്ങാനാണ് ചിലപ്പോൾ അതിന് പൈസ കിട്ടും, പെട്ടെന്ന് കിട്ടും. ടൂറിസത്തിൻ്റെ എല്ലാ വർക്കും നടക്കും. പൊളിയാൻ തുടങ്ങുന്ന റോഡ് പണിതിന് കാശ് കിട്ടും. പൊളിഞ്ഞ് വീഴുന്ന ഉറപ്പുള്ള കെട്ടിടം പണിതിന് കാശ് കിട്ടും. ഇപ്പോൾ ഈ സ്കൂൾ കെട്ടിടങ്ങൾ തന്നെ മാറ്റി പണിയാൻ എത്ര കോടി രൂപ വേണം? ഇതെവിടുന്ന് അവർക്ക് കാശ്? അവർ കിട്ടിയ കാശ് മുഴുവൻ കളഞ്ഞു, തെറ്റായി കളഞ്ഞു. ശമ്പള വർധന വലിയ ഉയർന്ന സ്ഥലങ്ങളിൽ ഭീമമായ ശമ്പള വർധന. PSC മെമ്പർമാർക്ക്, കോളേജ് അധ്യാപകർക്ക് ഇപ്പോൾ വീണ്ടും അടുത്തൊരെണ്ണം ശമ്പള വർധന പിന്നെയും വരുന്നുണ്ട്. ഇങ്ങനെ കിട്ടിയ കാശ് മുഴുവൻ സമ്പന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി, ആർഭാട താല്പര്യങ്ങൾക്ക് വേണ്ടി ധൂർത്തടിച്ചിട്ട് തെണ്ടി നടക്കുക എന്നുള്ളൊരു കല ഇവിടെ നമ്മൾ വികസിപ്പിച്ചടിച്ചിരിക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ല, അപ്പൊ മാധ്യമങ്ങൾക്ക് നേരെ അന്വേഷണം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഈ രഹസ്യം നിങ്ങളും ഞാനും അറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു? അല്ല. അയൽവക്കക്കാർ പറഞ്ഞു? അല്ല. നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു? അല്ലല്ലോ. ഈ ഇവരറിയുന്ന മാധ്യമങ്ങളിൽ കൂടെ അറിയുന്നത്. അവർ ഒരു 100 കാര്യം പറഞ്ഞാൽ 10 എണ്ണം പക്ക ശരിയായിരിക്കും. ഇപ്പോൾ ഇലക്ഷൻ അവിടെ സുരേഷ് ഗോപിയുടെ എങ്ങനെ പുറത്തു വന്നത്? ഇതുപോലെ മാധ്യമങ്ങളിൽ കൂടിയല്ലേ ഈ രഹസ്യങ്ങൾ മുഴുവൻ പുറത്തു വരുന്നത്. ഓരോ ബൂത്തിൽ ഇത്ര വോട്ട് ചേർത്ത് മറ്റടുത്ത് എടുത്ത് ചേർത്ത് ഇതൊക്കെ ആരാ അറിയിക്കുന്നത്? അപ്പോൾ അത് നാളെ ഇലക്ഷൻ കമ്മീഷൻ പറയാൻ പോകുന്ന വാദം എന്നാണെന്നറിയോ? അത്തരം രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല, പറഞ്ഞത് തെറ്റാണ്, വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്ത് കൊടുക്കാം. ഇപ്പം അത് തന്നെ ചെയ്യുന്നത്. ഇത് മോഡിയും പിണറായി വിജയൻ ഏറെക്കുറെ ഒറ്റ സ്റ്റൈലിലാണ് പോകുന്നത്. പിന്നെ അഭിപ്രായങ്ങളെ അല്ലെ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും അടച്ചു തീർക്കുക. ഫേസ്ബുക്കിൽ ഇന്ന് കോടതി വിധിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരാൾക്കെതിരെ കേസെടുക്കാൻ പാടില്ലെന്ന്. ഇവിടെ അതുകൊണ്ട് ഇപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് വേണ്ട എന്ന് രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ട്. മോഡിയും തീരുമാനിച്ചിട്ടുണ്ട്, പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പിണറായി വിജയനെ കൈയടിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ RFIയും SFIക്കാർ പിള്ളേരെ അഴിച്ചു വിട്ടിരിക്കുന്നത്? ആരെങ്കിലും പിണറായി വിജയനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ സമരം നടത്താൻ പോവാണ്. അതുകൊണ്ടാണ് ഒരു ഗവർണറെ പറഞ്ഞ് ഞങ്ങൾ എതിർക്കും. പിന്നെയാണോ സുരേഷ് ഗോപി എന്നാണ് അവർ ചോദിക്കുന്നത്. ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകരാറ്. ഇത് അഴിമതി ഉള്ള സർക്കാരിൻ്റെ ഏത് സർക്കാരും രഹസ്യം പാവമായിട്ട് കാണുന്നതിന് പരസ്യമാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാറേ. മാർച്ച് 17-നാണ് തുക കേരള സർക്കാരിന് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും മാസമായി. അപ്പം ഈ തുകയെക്കുറിച്ച് ഒരു അന്വേഷണമോ മറ്റൊന്നും നടത്തില്ലേ? അന്വേഷണം അവർ സർക്കാരിന് അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ടോ? മന്ത്രിയുണ്ട്, ആ വകുപ്പിനൊരു മന്ത്രിയുണ്ട്. അപ്പൊ എനിക്ക് എന്റെ വകുപ്പിന് കേര പദ്ധതി എന്ന് പറയുന്ന പദ്ധതിക്ക് കിട്ടിയ തുക അതെനിക്ക് വേണമെന്ന് ആവശ്യപ്പെടേണ്ടത് മന്ത്രിയാണ്. ചോദിച്ചു വാങ്ങേണ്ട തുകയാണത്. എന്തുകൊണ്ടാണ് അതിൽ അലംഭാവം വരുത്തിയിട്ടുണ്ടാവുക? അതിൽ അലംഭാവം വരുത്തേണ്ട മന്ത്രിക്ക് ഇതേ ആവശ്യങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പൈസ മറ്റാവശ്യങ്ങൾക്ക് ആ കൃഷി വകുപ്പിൽ തന്നെ വേണമെങ്കിൽ, അല്ലെ കൃഷി വകുപ്പ് മന്ത്രിക്ക് വേണമെങ്കിൽ, ഇത് പൈസയായിട്ട് ആരെങ്കിലും കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു ഫണ്ടായിട്ട് അലോട്ട് ചെയ്ത് ധനകാര്യ വകുപ്പിന്റെ കണക്കിലേക്ക് ഇത് വരിക. അല്ല, ഇത് വരുന്നത് മുതൽ ഇതിനൊരു ഹെഡുണ്ട്.
ഹെഡുണ്ട്. കൃഷി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫോറിനയുടെ IMF അതെ, അതുപോലെ തന്നെ കേര പദ്ധതി എന്ന് പറയുന്ന പദ്ധതി, ഇങ്ങനെ വരുന്ന പദ്ധതികളുടെ തുക വരുന്നത് ഗവൺമെന്റിലേക്ക് തന്നെയാണ്. അവിടുന്ന് ആ തുക ആ ഫണ്ടിൽ തന്നെ സൂക്ഷിക്കുന്നതിന് പകരം ആ ഫണ്ട് അതിനേക്കാൾ അത്യാവശ്യമുള്ള അഗ്രികൾച്ചർ പഠന ക്യാമ്പ് അല്ലെ നെല്ല് ഗവേഷണത്തിന് വേണ്ടി ഇപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് കൊടുക്കുന്നു. അതിന് കൊടുക്കുന്നില്ല അർത്ഥത്തിൽ കൊടുക്കുന്നതായിട്ടൊരു വേറൊരു കണക്കുണ്ടാക്കി പൈസയുടെ തൽക്കാലത്തെ യൂട്ടിലൈസേഷൻ ഇവർ കാണിക്കും, ടെമ്പററി യൂട്ടിലൈസേഷൻ കാണിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ ഇങ്ങോട്ട് തരുമെന്നുള്ള മാറ്റ. പിന്നെ ഇത് ആരന്വേഷിക്കാൻ പോകുന്നു? പിന്നെ നിങ്ങൾ അന്വേഷണത്തിൻ്റെ കാര്യം പറഞ്ഞു, ആരന്വേഷിക്കണ്ടേ? ഇത് ചെയ്തവൻ തന്നെ അന്വേഷിക്കണ്ടേ? അവൻ അന്വേഷിക്കും. അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ 15 ലക്ഷം രൂപ എവിടെ പോയി എന്ന് അവരന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ എവിടെ ആരന്വേഷിക്കാനാ? അന്വേഷണം വേണ്ട. ഇവർക്കറിയാം ഇന്നടത്താ പോയിരിക്കുന്നത്, ഇന്ന രീതിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്, അവർക്കറിയാം. അത് സ്ഥിരമായി നടക്കുന്നു. അതുകൊണ്ടാണ് ഈ ഊരാളുകളിലെ പോലെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സൊസൈറ്റികൾക്ക് മാത്രം വർക്ക് കൊടുക്കുന്നത്. കാരണം മനസ്സിലായോ? ഊരാളുകളിന് പൈസ കൊടുത്താൽ വേറെ രീതിയിൽ അവർക്ക് തിരിച്ചു കിട്ടും, കാശായിട്ട് തന്നെ തിരിച്ചു കിട്ടും, കൈൻഡായിട്ട് കിട്ടും. കോമ്പറ്റീറ്റീവ് ടെൻഡർ പുറം പാർട്ടി കൊടുത്താൽ അത് കിട്ടിയല്ല. അതുകൊണ്ടാണ് ഊരാളുകളെ തന്നെ പിന്നെ പിടിക്കുന്നത്. ഫിനാൻഷ്യലായി ഇതോട്ട് ചില കോൺട്രാക്ടേഴ്സ് ഉണ്ട്, എവിടെ എന്നാ പണിതാലും പൊളിഞ്ഞു വീഴും. ഒരു വാർണിംഗ് സിഗ്നൽ പോലെ വെക്കണം, പണിതത് ഇന്നവരാണ്, ഇന്ന കോൺട്രാക്ടേഴ്സാണ്, സൂക്ഷിച്ച് യാത്ര. പിണറായി വിജയൻ്റെ ആളുകളാണ്. അങ്ങനെയും പറയാം, സൂക്ഷിച്ച് യാത്ര ചെയ്യുക.